ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിക്കാനുള്ള മത്സരമാണ്. ഇത്തവണ ചേലക്കരയിൽ ബിജെപി ആയിരിക്കും വിജയിക്കുക. എന്തൊക്കെ ഘടകങ്ങളാണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചേലക്കര ഇന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിയതിന്റെ അമർഷം ഇവിടുത്തെ ചേലക്കരക്കാർക്കുണ്ട്. അതിനാൽ ബിജെപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങള് ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ചേർന്ന് ബിജെപിയോടൊപ്പം ചേർന്ന് ബിജെപി വിജയിപ്പിക്കും. ഈ കഴിഞ്ഞ തവണ 28,000 ആയിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 33,000 മുകളിലുണ്ട്. ഇതിന് ഇനിയും അത് ഉയരണമെങ്കിൽ അത്രമാത്രം വോട്ട് വരണം. അത് ഏതൊക്കെ മേഖലകളിൽ നിന്നെത്തും? ചേലക്കരയുടെ എല്ലാ മേഖലയിൽ നിന്നും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഇത്തവണ പൂർണ്ണ സപ്പോർട്ട് ബിജെപിക്കാണ്. അപ്പൊ അത് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ ചേലക്കരയിൽ ഉടനീളം സഞ്ചരിച്ചപ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇത്തവണ അത് അനുകൂലമായി. ഇത് അടുത്ത തൃശ്ശൂരാണ് ചേലക്കര.